അവൾ ആഗ്രഹിച്ച ആ ഒരു കാര്യം. എല്ലാ ദിവസവും രാവിലെ വീട്ടുകാർ ഉണരുന്നതിനു മുൻപ് കൊച്ചു താര ജനാലയ്ക്കരികിൽ തൻ്റെ വല്യമ്മയ്ക്കൊപ്പം ഇരിക്കുമായിരുന്നു. സൂര്യൻ സാവധാനം ഉദിച്ചുയരുകയും മുറിയിൽ വെളിച്ചം നിറയുകയും ചെയ്യും. വല്യമ്മ തൻ്റെ പഴയ ബൈബിൾ തുറന്ന് മൃദുവായി വായിക്കും. ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ അന്വേഷിക്കും. യഹോവയുടെ പ്രസാദം കാണുവാനും അവൻ്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും എൻ്റെ ആയുഷ്കാലമൊക്കെയും ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതിന് തന്നെ. താര ചോദിച്ചു, വല്യമ്മേ, സങ്കീർത്തനത്തിൽ എന്തുകൊണ്ടാണ് ഒരു കാര്യമെന്ന് പറയുന്നത്? നമുക്ക് ജീവിതത്തിൽ പല കാര്യങ്ങളും ആവശ്യമില്ലേ? വല്യമ്മ പുഞ്ചിരിച്ചു. അതെ, നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നു. വല്യമ്മ തുടർന്നു. എന്നാൽ നമ്മുടെ ഹൃദയം ആദ്യം പരമേശ്വരനെ തിരഞ്ഞെടുക്കുമ്പോൾ മറ്റെല്ലാം അതിൻ്റെ സ്ഥാനത്ത് വരും. അന്ന് സ്കൂളിൽ വെച്ച് താരയ്ക്ക് പേടി തോന്നി. അവൾക്ക് സ്റ്റേജിൽ കയറി എല്ലാവരുടെയും മുൻപിൽ സംസാരിക്കണമായിരുന്നു. അവളുടെ കൈകൾ വിറച്ചു, ഹൃദയം വേഗത്തിൽ ഇടിച്ചു. അവൾ കണ്ണുകൾ പൂട്ടി വല്യമ്മയുടെ വാക്കുകൾ ഓർത്തു. പരമേശ്വരനോടൊപ്പം ഇരിക്കുക, അവനിൽ വിശ്രമിക്കുക. ആൾക്കൂട്ടത്തെക്കുറിച്ച് ചിന്തിക്കുന്നതിന് പകരം വീട്ടിലെ ശാന്തമായ പ്രഭാതങ്ങളെ പോലെ താൻ പരമേശ്വരൻ്റെ സന്നിധിയിൽ സമാധാനത്തോടെ ഇരിക്കുന്നത് അവൾ സങ്കല്പിച്ചു. അവളുടെ ഭയം പതുക്കെ അലിഞ്ഞുപോയി. തനിക്ക് ഇത്രയും ആത്മവിശ്വാസം ഉണ്ടായിരുന്നു എന്ന് അവൾക്ക് പോലും അറിയില്ലായിരുന്നു. അത്രയും ധൈര്യത്തോടെ അവൾ സംസാരിച്ചു. അന്ന് വൈകുന്നേരം താര നടന്ന കാര്യങ്ങൾ വല്യമ്മയോട് പറഞ്ഞു. വല്യമ്മ അവളെ ചേർത്ത് പിടിച്ചു പറഞ്ഞു, നീ പരമേശ്വരനോട് ചേർന്നിരിക്കാൻ തിരഞ്ഞെടുക്കുമ്പോൾ മറ്റെന്തിനേക്കാളും അവൻ്റെ സാന്നിധ്യം ആഗ്രഹിക്കുമ്പോൾ അവൻ നിനക്ക് സമാധാനവും ധൈര്യവും ശക്തിയും നൽകുന്നു. താരയ്ക്ക് അപ്പോൾ മനസ്സിലായി, പരമേശ്വരൻ്റെ സാന്നിധ്യത്തിൽ വസിക്കുക എന്നത് ഒരു കെട്ടിടത്തിനുള്ളിൽ കഴിയുക എന്നല്ല അർത്ഥമാക്കുന്നത്. വീടായാലും സ്കൂളായാലും ജീവിതം അവളെ എവിടെ എത്തിച്ചാലും ഹൃദയം അവനോട് ചേർത്ത് വയ്ക്കുക എന്നതാണ് അതിൻ്റെ അർത്ഥം. അന്നു മുതൽ താരയ്ക്ക് എപ്പോൾ ആശങ്കയോ സംശയമോ തോന്നിയാലും അവൾ തൻ്റെ ആ ഒരൊറ്റ ആഗ്രഹം ഓർക്കും: പരമേശ്വരനോട് ചേർന്നിരിക്കാനും അവൻ്റെ സന്നിധിയിൽ സന്തോഷിക്കാനും. മറ്റേതിനേക്കാളും ഉപരിയായി നമ്മൾ പരമേശ്വരനെ അന്വേഷിക്കുമ്പോൾ അവൻ നമ്മുടെ ഹൃദയങ്ങളെ സമാധാനവും ശക്തിയും കൊണ്ട് നിറയ്ക്കുന്നു. അവനോട് ചേർന്നിരിക്കുന്നത് നമ്മൾ ഒരിക്കലും ഒറ്റയ്ക്കല്ലെന്ന ബോധ്യത്തോടെ, ആത്മവിശ്വാസത്തോടും ശാന്തതയോടും കൂടി ഓരോ സാഹചര്യത്തെയും നേരിടാൻ നമ്മെ സഹായിക്കുന്നു. സങ്കീർത്തനങ്ങൾ 27:4. ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. യഹോവയുടെ മനോഹരത്വം കാണുവാനും അവൻ്റെ മന്ദിരത്തെ ധ്യാനിപ്പാനും എൻ്റെ ആയുഷ്കാലമൊക്കെയും ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതിന് തന്നെ.